ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ചെറുപുഴ JMUP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനവും സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ TP പ്രഭാകരന്റെ യാത്രയയപ്പ് യോഗവും നാളെ വൈകിട്ട് 5-ന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ പ്രഭാഷണം നടത്തും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് സുവനീർ പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികളായ PN ഉണ്ണികൃഷ്ണൻ, KK വേണുഗോപാൽ, തുണ്ടിയിൽ കുട്ടിച്ചൻ, M ബാലകൃഷ്ണൻ, VC ഷാജി, കുതിരുമ്മൽ ദാമോദരൻ, K സതീശൻ, റോബിൻ വർഗീസ്, മാത്യു ജോൺ, P ലീന, KS ബിന്ദു എന്നിവർ പറഞ്ഞു. അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന വേളയിലേക്ക് കടക്കുകയാണ്. 1950 ആരംഭിച്ച ഈ വിദ്യാലയം 70 കുട്ടികളും അതുപോലെ 3 അധ്യാപകരുമായി തുടങ്ങിയതാണ്. അവിടുന്ന് ഇങ്ങോട്ട് ക്രമാതീതമായിട്ടുള്ളതിൻ്റെ വളർച്ച ഇന്ന് 2025 അക്കാഡമിക് ഇയറിൽ 1324 വിദ്യാർത്ഥികളും 44 അധ്യാപകരും അടങ്ങുന്ന ഒരു വിദ്യാലയമായിട്ട് വളർന്നിരിക്കുകയാണ്. അങ്ങനെ 50 വർഷം പിന്നിട്ടിരിക്കുന്ന 75 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടത്തുക എന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും നാട്ടുകാരുടെയും അതുപോലെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം 2025 മാർച്ച് 7-ാം തീയതി മാർച്ച് 7-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാന്യനായ പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ഇങ്ങോട്ട് ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വം നടന്നത്. അതിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിക്കൊണ്ട് തന്നെ കുട്ടികളുടെയും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ ഊട്ടിയുയർത്തുന്ന തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഓരോ മാസവും കൃത്യമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത് ഏറെ സന്തോഷകരമാണ്. അങ്ങനെ ആ പരിപാടികളുടെയൊക്കെ പരിസമാപ്തി കുറിച്ച് ഇന്ന് ഈ വരുന്ന മാർച്ച് 7-ാം തീയതി ഇതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന ചടങ്ങിന് അതിന് വേണ്ടിയിട്ടുള്ള പ്രകൃതിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ അതിൻ്റെ സബ് കമ്മിറ്റി ചെയർമാൻമാരും അതുപോലെ കൺവീനറും മാനേജറും ഒക്കെ ഇവിടെയുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. ഇപ്പോൾ 2025 മാർച്ച് 7-ന് ആരംഭിച്ച നമ്മുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ കൃത്യം ഒരു വർഷം പൂർത്തിയാകുന്ന 2026 മാർച്ച് 7-നാണ് നമ്മൾ സമാപിക്കുന്നത്. അന്ന് ഇവിടെ കൃഷ്ണ സൂചിപ്പിച്ച പോലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ വർഷം അതിൻ്റെ സമാപനം നമ്മൾ മന്ത്രിമാരെയും ജനപ്രതിനിധികളെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. കാരണം ഇലക്ഷൻ പ്രോട്ടോക്കോളൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ പരിപാടികൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടും എന്ന് കരുതിക്കൊണ്ട് തന്നെ മറ്റ് രംഗങ്ങളിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ സമാപനത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് നമ്മുടെ ഹൈക്കോടതി ജഡ്ജ് PV കുഞ്ഞികൃഷ്ണൻ അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ മുഖ്യാതിഥിയായിട്ട് നമുക്ക് എത്തുന്നത് PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. രണ്ടുപേരും കുഞ്ഞികൃഷ്ണന്മാരാണ്. രണ്ടുപേരും ജഡ്ജിമാരാണ്. ഒരാൾ ഔദ്യോഗിക ജീവിതത്തിൽ ശരിയായ ജഡ്ജിയും ഒരാൾ സിനിമയിലെ പ്രശസ്തനായ ജഡ്ജിയുമാണ്. രണ്ടുപേരും ഒരേ പേരാണ്. ഏതായാലും അങ്ങനെ ഒരു രണ്ടുപേരും ഒരേ ഫീൽഡിൽ വിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. അതുപോലെ യാത്രയപ്പം ഇതോടനുബന്ധിച്ച് നമ്മുടെ ഈ വർഷം സർവീസിൽ നിന്ന് 27 വർഷത്തെ സർവീസിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രഭാകരൻ മാഷ്ക്കുള്ള യാത്രയപ്പം ഇതോടൊപ്പം നടക്കുകയാണ്. നമ്മൾ ഈ ഒരു വർഷം നീണ്ടുന്ന പരിപാടികൾ വ്യത്യസ്തങ്ങളായ അനവധി പ്രോഗ്രാമുകൾ ഏതായാലും ഒരു മാസം ഒന്നെന്ന രീതിയിൽ ചില മാസങ്ങളിൽ 2-3 പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ PTA അംഗങ്ങളും അതുപോലെ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ ഇവിടുത്തെ സാമൂഹ്യ പ്രസക്തരുള്ള ആൾക്കാരും പഞ്ചായത്തിൻ്റെ സഹകരണം അതുപോലെ മറ്റ് രംഗങ്ങളിലൊക്കെ വിരാജിക്കുന്ന ആൾക്കാരൊക്കെ സംയുക്തമായിട്ട് എല്ലാവരും കൂടെ ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ചെറുപുഴയുടെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഈ ഒരു വർഷക്കാലം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്.
അതുപോലെ അതോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ മത്സര പരിപാടികളും അതുപോലെ സബ് ജില്ലാ പരിപാടികളും ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെ നടത്തി മെഡിക്കൽ ക്യാമ്പുകൾ അതുപോലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് 2 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടികളൊക്കെ നമുക്ക് ഈ സമാപനത്തോട് ഈ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ സമാപന സമ്മേളനം ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ നമ്മൾ ആലോചിക്കുകയാണ്. അന്ന് 7-ാം തീയതി മാർച്ച് 7-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഉച്ചയോടെ കുട്ടികളുടെ പരിപാടികൾ ഉച്ചയ്ക്ക് 2 മണിയോടെ കുട്ടികളുടെ പരിപാടികൾ ആരംഭിക്കും. അതിനുശേഷം 5 മണിക്ക് പൊതുസമ്മേളനം, അതൊരു 2 മണിക്കൂർ നീണ്ടു നിൽക്കും. അതിനുശേഷം ഒരു 7 മണിയോടുകൂടി ബാക്കിയുള്ള കലാപരിപാടികൾ അങ്ങനെ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികളും അതോടൊപ്പം ഉണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ എല്ലാവിധ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലായിട്ട് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നിങ്ങളോട് സംസാരിക്കും. ചെറുപുഴ സാംസ്കാരികമായും സാമ്പത്തികമായും സാമൂഹികമായും കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 50 വർഷക്കാലം മുമ്പ് നമ്മൾ ഈ പ്രദേശം അങ്ങനെ ആയിരുന്നില്ല. ഈ രീതിയിൽ എല്ലാ രംഗത്തും വളർച്ച പ്രാപിച്ചത് ഈ ചെറുപുഴ JMP സ്കൂളിൻ്റെ പങ്ക് വളരെ വലുതാണ്. നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രദേശമായി ചെറുപുഴ മാറ്റിക്കൂട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശാസ്ത്ര വിഷയങ്ങളുണ്ട്, കായിക പഠന എല്ലാ വിഷയങ്ങളിലും ഇന്ന് കേരളത്തിലെ എണ്ണപ്പെട്ട സ്കൂളായി മാറിയിട്ടുണ്ട്. പല സ്കൂളുകളും വിദ്യാർത്ഥികളില്ലാതെ കൂട്ടുന്ന അവസ്ഥ നമ്മൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം വിഭിന്നമായിട്ട് കുട്ടികൾ പല ഭാഗത്തും വളരെ ദൂരം പോലും ഇതെത്താൻ പങ്ക് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഈ അധ്യാപകരുടെയും ക്ഷീണമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത് ഒരു ചെറുപുഴയുടെ നാട്ടുകാരുടെ ഒരു ഉത്സവമാക്കി മാറ്റാൻ സാധിക്കണം. വളരെ അഭിമാനകരമായ രീതിയിൽ നാട്ടുകാർ ഇതിൻ്റെ എല്ലാവിധത്തിലും വിജയത്തിനായിട്ടുള്ള പ്രവർത്തനം ഈ നാട് ഒന്നടങ്കം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാർച്ച് 7 5 മണിക്ക് നമ്മുടെ പ്രശസ്ത പുറപ്പെട്ട പോലെ നമ്മുടെ സിനിമ നടനായ ഉണ്ണികൃഷ്ണൻ്റെ മകനും ഹൈക്കോടതി ജഡ്ജിയുമായിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ TV കുഞ്ഞികൃഷ്ണൻ അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ചെറുപുഴ വരുന്നത് ആദ്യമാണെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമ നാടക നടൻ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹവും മറ്റു പരിപാടികൾ ബന്ധമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇവിടെ ലഭിച്ചു തന്നെ നമ്മൾ വളരെ സുഖത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെ അഭിമാന പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ ജനപങ്കാളിത്തം അനിവാര്യമായ ഘടകമാണ്. ഒറ്റക്കെട്ട ഇന്നുകൊണ്ട് ഈ മാർച്ച് 7 നടത്തുന്ന ഈ പരിപാടി വിജയമാക്കാൻ തീർക്കാൻ എല്ലാവരും സഹകരണം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിരുന്നു TV വർക്കിച്ചേട്ടൻ. ഇപ്പോൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോഴും അദ്ദേഹം സാമ്പത്തിക കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹം 2 വാക്ക് സംസാരിക്കും. എന്നെ പോലെ ഒരുപാട് ആളുകൾ പഠിച്ച ഒരു വിദ്യാലയമാണ്. നമുക്കൊക്കെ അറിയാം, ഞങ്ങളെ പോലെ പല ആളുകളും JNGP സ്കൂളിൽ ഇവിടുന്ന് പിരിഞ്ഞു പോയ ശേഷവും എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്, എന്തെങ്കിലും ഒരു കാര്യത്തിന്, എൻ്റെ കലോത്സവമായിക്കോട്ടെ, മറ്റ് പ്രവൃത്തി പരിചയമാളായിക്കോട്ടെ, എന്ത് വിഷയങ്ങൾക്കും ആദ്യമേ 10-25 കൊല്ലം നമുക്ക് PTA-യിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളൊക്കെ ഇവിടെയുള്ള അധ്യാപകർ ക്ഷണിക്കാറുണ്ട്, മാനേജ്മെൻറ്റ് ക്ഷണിക്കാറുണ്ട്. കാരണം ഒരു ബന്ധം ഈ നാടും ഈ പരിസരവും ഒക്കെ ആയി തന്നെ JNGP സ്കൂളിനുണ്ട്. കാരണം ഞങ്ങളൊക്കെ വളരെയധികം കാലം 7 വർഷം ഈ PTA പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. എൻ്റെ പ്രസിഡൻ്റായി തന്നെ, അതുപോലെ എൻ്റെ പ്രവർത്തകരായി തന്നെ പല മേഖലയും പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ബഹുമാന്യനായ വേർപെട്ടുപോയ കുഞ്ഞീശ്വരന്മാരുടെ ആ സ്നേഹബന്ധത്തിലുള്ള ഒരു ഇടപെടലും, അതേപോലെ തന്നെ ഇവിടെയുള്ള അധ്യാപകരായ ആളുകളിൽ നിന്ന് പിരിഞ്ഞു പോയ കുറേ അധ്യാപകരുണ്ട്. ആ ആളുകളൊക്കെ തന്നെ വളരെ സ്നേഹത്തോടുള്ള ഇടപെടൽ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോയ ഒരു സരസ്വതി ക്ഷേത്രമാണ് ഈ JNGP എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഏത് കാലത്തും ഏത് സമയത്തും ഞങ്ങൾ ആ സമയത്ത് നിർത്താറുണ്ട്. പക്ഷേ ഇന്നത്തെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ഇല്ല എന്നൊരു പ്രയാസം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്.
പിന്നീട് ഇങ്ങോട്ട് പ്രവർത്തനങ്ങൾ ജൂബിലി ആഘോഷത്തിന്റെ നമ്മുടെ ചെയർമാൻ ഉൾപ്പെടെ രാജ്നാഥ് ഉൾപ്പെടെയുള്ള ആളുകളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ഓരോ സെക്ഷനായിട്ട് തന്നെ ഓരോ മാസമുള്ള പ്രോഗ്രാമുകൾ വളരെ മനോഹരമായിട്ട് നടത്തുവാൻ ഈ കമ്മിറ്റിക്കും അതേപോലെ തന്നെ ഇവിടെയുള്ള സ്കൂൾ അധ്യാപകർക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾ അതുപോലെ ഇവിടുത്തെ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ സാധിക്കണമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഒരു ലഹരി വിരുദ്ധ ഒരു ക്ലാസ് ഇവിടെ നയിക്കുകയുണ്ടായി. വളരെ മനോഹരമായി. അത് പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ക്ലാസ് നയിച്ചത്. വളരെ മനോഹരമായ ക്ലാസ്സാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആൾക്കാർ അനുവദിക്കാത്ത രീതിയിലാണ് അന്ന് ആ ക്ലാസ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അങ്ങനെ എല്ലാ വിഭവം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അത്യാവശ്യം സംസാരിക്കാനുള്ളതുകൊണ്ട്. അപ്പം മനോഹരമായി ഞങ്ങളെയൊക്കെ ഓരോരുത്തരെ ഒക്കെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ തീർത്ത് കൈകാര്യം സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കും. 7-ാം തീയതി നടത്തുന്ന പരിപാടി അവിടെ ഹൈക്കോടതി ജഡ്ജും അതേപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ മാഷും ഒക്കെ നല്ല മനോഹരമായി തന്നെ ഇത് വന്ന് ഈ പരിപാടി മനോഹരമാക്കുവാൻ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എല്ലാ കാര്യങ്ങളും സഹായിച്ച ഈ നാട്ടിലുള്ള ഒരുകൂടി ആളുകളുണ്ട്. ഈ പ്രദേശത്തുള്ള അടുത്ത പ്രദേശത്തുള്ള ഈ സ്കൂളിനോട് ബന്ധമുള്ള ഒരുപാട് ആളുകൾ നമ്മളെ സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളും അതുപോലെ ഇവിടെയുള്ള തമ്മിലുള്ള തൊഴിലാളികൾ ഏത് സമയത്തും എനിക്ക് പഴയകാല വർഷങ്ങൾക്ക് മുമ്പ് 30 കൊല്ലം എനിക്കറിയാം, ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ടൗണിലുള്ള തൊഴിലാളികൾ ഏറ്റവും ആദ്യം എത്തുന്നവരാ. അവരുടെയും ഒക്കെ ഒരുപാട് സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി മനോഹരമായി നടത്താനുള്ള പൂർത്തിയാക്കാനുള്ള അവസരത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എല്ലാ 25 വർഷം പിന്നിടുന്ന സ്കൂൾ നിലനിന്ന് പോകുന്നത് തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണകൊണ്ടാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതഭേദമന്യേ സ്കൂളിനെ സ്നേഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഓരോ പ്രവർത്തനഘട്ടത്തിലും ഞങ്ങളോടൊപ്പം നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ വിജയമാണ് 75-ാം ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു വസ്തുത ഈ സ്കൂളിലെ അധ്യാപക കൂട്ടായ്മയാണ്. ഏത് പരിപാടിയായാലും വിദ്യാഭ്യാസ മേഖലയായാലും കലാരംഗത്തായാലും കായിക രംഗത്തായാലും ഈ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രോത്സാഹനം, അവരെ അതിന് തയ്യാറെടുപ്പിനുള്ള അവരുടെ കഠിനാധ്വാനം ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് സ്കൂളിലെ ഈ രീതി വിദ്യാർത്ഥികൾ പോകുന്നത്. അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന PTA മദർ PTA അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമം സ്കൂൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാർച്ച് 7 നടത്തുന്ന ഈ പരിപാടി ഏറ്റവും നല്ല വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ വാർത്താ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കുക. ഇവിടെ നടന്ന എല്ലാ പരിപാടിക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതെ, ഭക്ഷണ കമ്മിറ്റിയുടെ ആൾ പറയും. ഈ 7-ാം തീയതി നടക്കുന്ന 75-ാം വാർഷികത്തിന്റെ 2000 മുതൽ ഈ സ്കൂളിൽ PTA കമ്മിറ്റിയായി ആണ് ഇവിടെ. അതിനുശേഷം എല്ലാ വർഷവും എല്ലാ പരിപാടിയും സജീവമായി ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഭക്ഷണ സമിതിയിലെ കാര്യം ചെയർമാനാണ്. 1600 ആൾക്കാരുടെ ഭക്ഷണമാണ് തയ്യാറാക്കിയത്. മുസ്ലിമുകൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് അവർക്ക് നോമ്പ് കുടിക്കാനുള്ള സൗകര്യം വരെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നത്. അതുപോലെ 8 മണി വരെ ഭക്ഷണം കൊടുക്കാനുള്ള ഈ പരിപാടി സമാപന സമ്മേളനം വിജയമായി തീരുമെന്ന് കുറച്ച് വിശ്വാസം കൂടി എല്ലാവരും കൂട്ടായ്മ. ഈ ഒരു വർഷ കാലയളവിൽ വിവിധ മേഖലകളിൽ ഈ സ്കൂളിൽ ഒത്തിരി പരിപാടികൾ നടക്കും. PTA ഭാഗത്തു നിന്ന് പൂർണ്ണമായ സഹകരണത്തോടെ എല്ലാ PTA അംഗങ്ങളുടെയും ഇവിടെ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ വിവിധ കമ്മിറ്റികളോടും കൂടി സഹകരിച്ച് അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് PTA കമ്മിറ്റിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. അതിന് പൂർണ്ണമായും എല്ലാ PTA അംഗങ്ങളും പൂർണ്ണമായും ഞങ്ങളോട് സഹകരിച്ചു. അതുകൊണ്ട് ഒരു പ്രോഗ്രാമുകളും ഒരു കുറവും വരുത്താതെ ഞങ്ങൾ കൃത്യമായിട്ട് അത് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു.
നീണ്ട വർഷങ്ങളുടെ സർവീസിനെ ചേർന്ന് വിരമിക്കുന്ന പ്രഭാകരന്മാർക്കുള്ള പ്രഭാകരന്മാർക്കുള്ള യാത്രകൾക്ക് കൂടി അന്നത്തെ യോഗത്തിലുണ്ട്. അതോടൊപ്പം തന്നെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾക്കുള്ള പ്രൊഫിഷ്യൻസി അവാർഡ് വിതരണം കൂടി അന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ കുട്ടികളുടെയും കലാപരിപാടികൾ കൂടി അന്നത്തെ ദിവസം വളരെ മനോഹരമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാറ്റിനം ജൂബിലി കമ്മിറ്റിയോടൊപ്പം സ്കൂളിലെ അധ്യാപകരും വിദ്യയും മാനേജ്മെന്റും ചേർന്ന് വളരെ നല്ല രീതിയിലുള്ള വർണ്ണാഭമായ പരിപാടികളാണ് അന്നത്തെ ദിവസത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളായുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അവസാന ഘട്ടത്തിലാണ്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.